ഒരു സ്ത്രീ മരണപ്പെടുന്നു, അവർക്കൊരു പെൺകുട്ടിയുണ്ട്, ഭർത്താവുണ്ട്. 4 ഓഹരി വെച്ചിട്ട് ഭർത്താവിന് 1 ഓഹരി കൊടുക്കണം, 3 ഓഹരിയും പെൺകുട്ടിക്ക് കൊടുക്കണം. ഇരട്ടി കിട്ടുന്ന മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ തുല്യമാണ്. ചില സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് പുരുഷന്റെ പകുതിയെ കിട്ടൂ. പെണ്ണിന് ആത്മാവുണ്ടോ എന്ന് ആധുനിക യൂറോപ്പിൽ പോലും ക്രൈസ്തവ സഭകൾക്കിടയിൽ ചർച്ച ഉണ്ടായിരുന്നു. പെണ്ണിന് ആത്മാവുണ്ടോ? അവിടെ നിന്ന് സ്ത്രീയുടെ സ്വത്വത്തെ പഠിപ്പിക്കുകയല്ല, അത് പ്രയോഗിച്ച് കാണിക്കുകയായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ആരെങ്കിലും ഫാത്തിമയെ സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചു, ആരെങ്കിലും ഫാത്തിമയെ വെറുത്താൽ അവൻ എന്നോട് വെറുപ്പ് കാണിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ മാത്രം സ്ത്രീജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ നിന്നു. എന്നിട്ട് ആ ഫെമിനിസ്റ്റുകൾ പറയണത് സ്ത്രീക്ക് ഭയങ്കര പീഡനാണ്, അതുകൊണ്ട് പുരുഷവിരോധം എല്ലാവർക്കും പഠിപ്പിക്കണം. പുരുഷവിരോധം പഠിപ്പിക്കലല്ല, സ്ത്രീ പീഡനം ഇല്ലാതെയാക്കലായിരുന്നു ബുദ്ധി. സർവ്വ സ്ത്രീകളെയും പറഞ്ഞു പറ്റിച്ചു. അതുകൊണ്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞു, ദാമ്പത്യം വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ ഫെമിനിസത്തിന്റെ ആദർശം ഏറ്റെടുത്ത് പ്രയോഗവൽക്കരിച്ച യൂറോപ്പിന്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ മനസ്സിലാക്കുക. അമേരിക്കയിൽ 4,80,00,000 ജാരസന്താനങ്ങൾ ഇപ്പോഴും ഉണ്ട്. 4,80,00,000 ജാരസന്താനങ്ങൾ. ഏകദേശം 5 കോടിയോളം, 10-35 കോടി മനുഷ്യരുള്ള അമേരിക്കയിൽ 5 കോടിയോളം പിതാവില്ലാത്ത മക്കളാണ്. ഈ മക്കളുണ്ടാകുന്ന സാമ്പത്തിക ദുരന്തങ്ങളെ കുറിച്ചുള്ള ആധികാരിക പഠനങ്ങളുണ്ട്. ഇന്നും മാർക്കറ്റിൽ ബെസ്റ്റ് സെല്ലറാണ് ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം. എന്താ അതിന്റെ പ്രമേയം? ഫാദർലെസ് അമേരിക്കയുടെ പ്രമേയം എന്താണ്? അമേരിക്കയിലെ ജാരസന്താനങ്ങൾ, അച്ഛനാരാന്നറിയാത്ത കുട്ടികൾ ഉണ്ടാക്കുന്ന സാമൂഹിക ദുരന്തം, സാമ്പത്തിക പ്രതിസന്ധികൾ. നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തേ കാര്യം? കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് വ്യാപകമായി 7ാം ക്ലാസ്സുകാരെയും 6ാം ക്ലാസ്സുകാരെയും പ്രസവിച്ചു തുടങ്ങി. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും തുരിതര പ്രസവിക്കും. അതിന്റെ മേലുള്ള ഒരു മങ്ങനത്തൊന്നെ പ്രസവിക്കും. ഈ ദുരന്തമെല്ലാം സഹിക്കാൻ പെൺകുട്ടി വിധേയയായി. അതാണല്ലോ ഏറ്റവും വലിയ വിഷയം. ഒരു പ്രണയവിവാഹത്തിൽ ഗർഭം ഉണ്ടാകുമ്പോഴേക്ക് അവർ സഹിക്കുന്ന പീഡനങ്ങൾ എത്രയാണ്? അത് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റുവല്ലൂരൊക്കെ. ഞാൻ അങ്ങോട്ട് കിടക്കില്ല. ഇനി അതൊന്നും ഇല്ലാതെ അവിഹിതമായി ഗർഭം ഉണ്ടായാലോ? നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. ഈ സാമൂഹിക ക്രമത്തിൽ അതുണ്ടാക്കുന്ന ഭീഷണി എത്രയാണ്? ഒരു പെൺകുട്ടി എങ്ങനെയാണ് തന്റെ ഈ അവിഹിതമായ ഗർഭം 9 മാസവും 10 ദിവസവും സൂക്ഷിച്ചു കൊണ്ട് കിടക്കുന്നത്? പെൺകുട്ടികൾക്ക് ഗർഭമുണ്ടായതിന് അനുഭവം ഉണ്ടാവും, വാപ്പമാർക്ക്, ഭർത്താക്കന്മാർക്ക്. സ്ത്രീകൾക്ക് അത് നേരിട്ട് തന്നെ അനുഭവം ഉണ്ടാവും. എത്രമേൽ പ്രയാസങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നത് പ്രയാസത്തിനുമേൽ പ്രയാസമായിട്ടാണ് ഉമ്മ ഗർഭം ചുമക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആരോട് വിധേയപ്പെടണമെന്ന ചോദ്യവുമായി തന്നെ സമീപിച്ച സഹാബിവര്യനോട് 1ാം വട്ടവും 2ാം വട്ടവും 3ാം വട്ടവും നിന്റെ ഉമ്മനോട് എന്ന് പറയുന്നത് ചില്ലറ സംഭവമല്ല. അത് ചില്ലറ സംഗതിയല്ല. നമ്മൾ ആണുങ്ങളത് അത്രമേൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? 9 മാസവും 10 ദിവസവും ഗർഭകാലം. ഒട്ടുമിക്ക ഭക്ഷണവും കഴിക്കാൻ കഴിയാതെ വരും. കഴിച്ചതൊക്കെ ഛർദ്ദിച്ചു പോയിക്കൊണ്ടേയിരിക്കും. ശരീരത്തിന് കൂടുതൽ ഊർജം വേണ്ടി വരും. അവളുടെ വയറിൽ വളരുന്ന കുഞ്ഞിനു കൂടെയുള്ള ഭക്ഷണം, ആ ഊർജം, ഓക്സിജൻ ഈ ഉമ്മയിൽ നിന്ന് ചോർത്തിയെടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിക്കണതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചില സ്പെഷ്യൽ രോഗങ്ങൾ ഭീഷണിപ്പെടുത്തും. വെരിക്കോസിൽ വെയിൻ. പല സ്ത്രീകളുടെയും കാലിൽ ഞരമ്പ് തുടിക്കും. അത് പൊട്ടിയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകും. പല സ്ത്രീകൾക്കും പൈൽസ് ഉണ്ടാകും. ഗർഭകാലത്ത് മാത്രം ഉണ്ടാകുന്ന ഷുഗർ ഉണ്ടാകും. ഉറക്ക് നഷ്ടപ്പെടും. എന്ത് സ്മെല്ല് ആസ്വദിക്കേണ്ടി വന്നാലും ഛർദി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പീഡനത്തുമേൽ പീഡനം. വഹിൻ അവർ ഗർഭം ചുമയ്ക്കുന്നു. അള്ളാന്റെ റസൂലിനോട് ഏറ്റവും കൂടുതൽ ഞാൻ ആരോട് ആർദ്രത കാണിക്കണം എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂലിന് ഒന്നാമതായി നിന്റെ ഉമ്മനോട് എന്ന് പറയാൻ കൂടുതൽ കാരണമൊന്നും വേണ്ട. അത് കഴിഞ്ഞുള്ള പ്രസവം. ശാസ്ത്രലോകത്ത് തർക്കമുണ്ട്. വേദനയ്ക്ക് മാപിനി വെക്കാൻ പറ്റുമെന്ന്, വേദനയ്ക്ക് ഒരു അളവ് കണക്കാക്കാൻ പറ്റുമെന്ന് ശാസ്ത്രലോകത്ത് തർക്കമുണ്ട്. അത് പറ്റുമെന്ന് പറയുന്ന ചില സയന്റിസ്റ്റുകൾ പറയുന്നത് ഗർഭകാലത്ത് ഏകദേശം പ്രസവ സമയത്ത് 50ഓളം ഡെൽ വേദന സഹിക്കുന്നു എന്നാണ്. ഒരു 40-42 ഡെൽ വേദന സഹിക്കുമ്പോഴേക്ക് ആരോഗ്യമുള്ള പുരുഷൻ പോലും ബോധം കെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവരും ബോധം കെടണില്ലേ? തൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നു വീഴുന്ന തൻ്റെ ജീവന്റെ തുടിപ്പിനെ കാണാൻ അങ്ങനെ ബോധം കെട്ട് കിടക്കാൻ പറ്റൂലെന്ന് അവരുടെ ഉപബോധ മനസ്സ് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ 2ാമതും പറഞ്ഞു ഉമ്മനോട്. പിന്നെ 2 വർഷത്തിലേറെ നമ്മളെ കഷ്ടപ്പെട്ടൊരു വളർത്തലുണ്ട്. അവിടെ എല്ലാ ശ്രദ്ധയും കുഞ്ഞിലായിരിക്കും. അവർ ഭക്ഷണം കഴിക്കൂല, ഉറങ്ങൂല നേരാവണ്ണം. കുട്ടി എന്നും പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങളൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. മക്കൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനി ലോറി ആ വീടിന്റെ മതിൽ തകർത്ത് കടന്നു വരുന്നത്. ആ കുട്ടികളെ കയറ്റുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കടന്നു വരുന്നത്. ഒരു ഉമ്മണ്ട് പുറത്തേക്ക് വന്നിട്ട്, ഒരു ചെറുപ്പക്കാരി.
പടച്ചോനെ എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്ന ഒരു പരാക്രമമുണ്ട്, അതാണ് ഉമ്മ. പടച്ചോനെ എൻ്റെ കുട്ടികൾ എവിടെയെന്നും പറഞ്ഞിട്ട് അവർക്ക് പിന്നെ ഡ്രസ്സോ തലയെക്കെട്ടോ മുണ്ടോ ഒന്നും നോക്കാൻ സമയം കിട്ടൂല. ഇങ്ങനെ കണ്ണു ചിമ്മാതെ നമ്മുടെ പോറ്റി വളർത്തിയ 2 വർഷമുണ്ട്. അല്ലാണ്ട് റസൂൽ 3ാമത് മാർക്കിട്ടു ഉമ്മക്കാൻ നിന്റെ ഉമ്മനോട് എന്ന്. ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് പരസഹായം വേണ്ട ഗർഭകാലം എങ്ങനെയാണ് ഈ പ്രണയത്തിലൊക്കെ കൊഞ്ചി നടന്ന് അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ ഗർഭം ചുമന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പെൺകുട്ടി മറച്ചു വെക്കണത് നമുക്കറിയില്ല. അതിനുശേഷമുള്ള പ്രസവം നമ്മൾ വായിച്ചിട്ടുണ്ട് വാർത്ത. തിരുവനന്തപുരത്ത് 6ാമത്തെ നിലയിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഒരു കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ കൊന്ന് വലിച്ചെറിഞ്ഞു ഇങ്ങനത്തെ ഒരു അമ്മ. 6ാം നിലയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക 10 മാസം ആരും അറിയാതെ ഗർഭം സൂക്ഷിച്ചു ആ പെൺകുട്ടി. എന്നിട്ട് ബാത്റൂമിൽ കയറി സ്വന്തം പ്രസവിച്ചു, ഒരാളുടെ സഹായമല്ലാതെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന അവരുടെ ആശങ്കയ്ക്കൊരൊറ്റ പരിഹാരമുള്ള കഴുത്ത് ഞെക്കി കൊല്ലാം. ആ നവജാത ശിശുവിനെ കഴുത്ത് ഞെക്കിയ അമ്മ കൊന്നുകളഞ്ഞു. ഇനി എന്ത്? അപ്പോഴാണ് ബേജാറ് പിടിച്ച് അവർ ഓടി നടക്കുന്നതും ഒരു കവർ കിട്ടുമ്പോൾ അതിലെ നിക്ഷേപിച്ചുകൊണ്ട് 6ാം നിലയിൽ നിന്ന് പൊന്തക്കാട്ടിലേക്ക് സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയുന്നതും. പിറ്റേ ദിവസമാണ് ചില ആളുകൾ കണ്ടത് ആകെ ഉറുമ്പ് പൊതിഞ്ഞൊരു കവർ. അവർ തുറന്നു നോക്കുമ്പോൾ 2 കണ്ണും ഉറുമ്പ് തിന്നു പോയിട്ടുണ്ട്. ആ കുഞ്ഞുമോന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഉറുമ്പ് തിന്നു പോയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇപ്പൊ ബാലാവകാശമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഉസ്താദ് ഒരു കുട്ടിയെ ഗുണദോഷിക്കാൻ വേണ്ടി ഒന്ന് വഴക്ക് പറഞ്ഞാൽ 60 കൊല്ലം പോക്സോ എന്ന് പറഞ്ഞിട്ട് ജയിലിലിടും. അദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം മാനം കെടും. അദ്ദേഹം ചെയ്തതൊന്ന് വഴക്ക് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു അടി കൊടുത്തതായിരിക്കും. ബാലപീഡനം എന്നാണ് റിപ്പോർട്ട് വരിക. അതോടുകൂടെ നമ്മളൊക്കെയും അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഈ വയസ്സുകാലത്ത് മൂപ്പർക്ക് തോന്നിയല്ലോ ഇതിനൊക്കെ. അവിടെയാണ് എല്ലാ കമ്മീഷനും വരൽ. നേരെ മറിച്ച് ഈ കുഞ്ഞിനെ കൊന്നു വലിച്ചെറിയുമ്പോൾ ഇങ്ങനെ തോന്നിയാസം കാട്ടി താന്തോന്നിത്തം കാട്ടി നടക്കുമ്പോൾ അതിനൊക്കെ പ്രോത്സാഹന കൊടുക്കേണ്ടതെന്ന് ഈ സാമൂഹിക സാഹചര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊന്നു വലിച്ചെറിഞ്ഞു. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ആ പെൺകുട്ടിയെ നല്ല മനോഹരമായി കല്യാണം കഴിച്ച ഒരു വീട്ടിലേക്ക് എത്തിക്കുന്നു. അവളെ ആദരിക്കുകയും മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു. കുടുംബത്തിന്റെ സപ്പോർട്ട് കൊടുക്കുക അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ കുടുംബവും അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്തായിരിക്കും? പ്രിയപ്പെട്ട സഹോദരി, വിശേഷമുണ്ടോ എന്നായിരിക്കും. 2-3 മാസം കഴിയുമ്പോഴേക്ക് തുടങ്ങും വൃദ്ധരായ സ്ത്രീകൾ വിശേഷമുണ്ടോ എന്ന് ചോദിക്കൽ. അങ്ങനെ ഒരു ഗർഭത്തിന്റെ സാധ്യത തെളിഞ്ഞു വന്നാൽ പിന്നെ 2, 3, 4 കുടുംബങ്ങളിൽ ആഘോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയാണ്, പിന്നെ കാണാൻ വരലാണ്, കെയർ ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ മത്സരിക്കലാണ്. ഉമ്മയുടെ വക പ്രത്യേകം പരിചരണം വരികയാണ്. ഭർത്താവിന്റെ ആർദ്രതയും സ്നേഹവും കൂടിയാണ്. അയാളുടെ താലോലിക്കലും കൊഞ്ചിക്കലും തമാശ പറയലും വർദ്ധിക്കുകയാണ്. തനിക്ക് വേണ്ടി തന്റെ തലമുറയെ നിലനിർത്താൻ വേണ്ടി വലിയൊരു ത്യാഗത്തിനൊരുങ്ങുന്ന പ്രിയതമയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തും സഹിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ വന്നും പോയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വളരെ മനോഹരമായ ഈ ഒരു ജീവിതത്തിനിടക്ക് വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവരും പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അവിടെ മുതലും അവരെ പരിചരിക്കാൻ ആളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ബന്ധുക്കൾ, ജ്യേഷ്ഠത്തി, അനുജത്തി, ഉമ്മ, അമ്മായി, എളാമ്മ, എല്ലാവരും. ഈ ഒരു സ്നേഹത്തിന്റെ സംരക്ഷണം വേണ്ടെന്നും തിരുവനന്തപുരത്തെ പെൺകുട്ടി കാണിച്ചതുപോലെ ബാത്റൂമിൽ ഒറ്റയ്ക്ക് പ്രസവിച്ചിട്ട് കൊന്ന് കവറിലാക്കി വലിച്ചെറിയണമെന്നും നമ്മുടെ മക്കളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാണ് ഇനി കല്യാണം വേണ്ടെന്ന് പറയുന്നത്. ലിവ് ഇൻ ടുഗദർ ജീവിത വൃത്തമാക്കിയ കുറെ യൂറോപ്യൻ നാടുകളുടെ കണക്കുകൂടെ നമ്മൾ പരിശോധിക്കണം. 25% ലണ്ടനിലെ പുതിയ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാന്ന് അറിയില്ല എന്നാണ്. എന്തേ പ്രശ്നം? ആ കുഞ്ഞിനായിട്ടൊരു അച്ഛനൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം പാടില്ലെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കാമിച്ച് പ്രണയിച്ച് ലൈംഗിക വൃത്തിയിലും തോന്നിവാസത്തിലും ഏർപ്പെട്ടവർ ജീവിക്കുന്നു. 25% പുതിയ അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ അച്ഛന്റെ പേരറിയില്ല. ഈ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവള് സ്വയം ചെയ്യണം. ആശുപത്രി കേസുണ്ടെങ്കിൽ ഇവള് തന്നെയും പരിഹരിക്കണം. വിദ്യാഭ്യാസ ചെലവുകൾ അവള് തന്നെ വഹിക്കണം. ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ചുമതല സ്വന്തം ഏറ്റെടുക്കണം. ഈ ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുപോകാൻ വേണ്ടി പലരും യോഗം ചേരുന്നു, പുസ്തകം ഇറക്കുന്നു, പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊന്നുമല്ല ജീവിതം. വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പലരും അകത്തിരുന്ന് ധാർമ്മികതയുടെ ശീലവുമായി മുന്നോട്ട് പോകുന്ന സ്ത്രീജനങ്ങളെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിന് എല്ലാവിധ പ്രോത്സാഹനവും എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട്ടിൽ ലഭ്യമായി കൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ പ്രസക്തി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം, തിന്മ വിരോധിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള തന്റെ ഇടവും ത്രാണിയും ധൈര്യവും ഓരോ രക്ഷിതാവും കാണിക്കുകയും വേണം. പരിശുദ്ധ ഖുർആനിലേക്ക് ഇനിയും വ്യാപകമായി പോണില്ല.